ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ടിൻ്റെ കറിയാണ്. അപ്പോൾ ഞണ്ട് കറി പല ആളും പല രീതിയിലാണ് ഉണ്ടാക്കുക. ഇപ്പോൾ ഞാനിതിൽ വറുത്തരക്കൊന്നും ചെയ്യാണ്ട് നല്ല അടിപൊളിയായിട്ട് എങ്ങനെയാണ് സൂപ്പറായിട്ട് ഉണ്ടാക്കുകയെന്നാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 2-3 വലിയ സവാള എടുക്കാം. ഞാനിപ്പോൾ ഒരു 2 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ ഒരു 3 എടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഇടാം. ഇനി ഉള്ളി വാട്ടി വരുമ്പോൾ വേഗം തന്നെ സോഫ്റ്റായി കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് നമുക്കിതിനെ വഴറ്റി കൊടുക്കാം. ഉള്ളിയും പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരണം. അധികം വഴറ്റിന് കരിഞ്ഞു പോകാനൊന്നും പാടില്ല. നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മതി. അപ്പം ഇപ്പോൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഞാൻ ഇതിലൊരു 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിത് വീണ്ടും നന്നായിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളിയെല്ലാം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കാം. നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. ഒരു ടീസ്പൂൺ കറക്റ്റായിട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ നിറച്ചും ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്കിത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. മസാലയെല്ലാം ചെറിയ സിമ്മിലിട്ടിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. അപ്പം നന്നായിട്ട് നമുക്കിത് മൂപ്പിച്ചെടുക്കണം. മസാലയുടെ ഈ പൊടിയുടെ ആ ഒരു പച്ചമണമെല്ലാം മാറുന്ന നന്നായിട്ട് മൂത്ത് വരുന്ന ആ ഒരു രീതിയിൽ നമുക്കിത് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളി ചേർക്കാം. ഇതുപോലെ ഞാൻ സ്ലൈസ് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നുറുക്കി ചെറിയ പീസുകളാക്കിയിട്ട് ചേർക്കാം. ഞാനിപ്പോൾ ഇതിൽ ഇങ്ങനെയാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റാം. എന്നിട്ട് ഇതുപോലെ എല്ലാം കൂടി ഒന്നിച്ചാക്കിയിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ, അത് ഓരോരോ അടുപ്പിനെ അനുസരിച്ചിട്ടിരിക്കും. ഞാനിപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ ഇതിനെ മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് കുക്ക് ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഇതിൻ്റെ അടിയിൽ പിടിക്കുകയൊന്നുമില്ല. നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണല്ലോ നമ്മളിപ്പോൾ ചെയ്തെടുക്കുന്നത്. എന്നാലും നമുക്കിതൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ തക്കാളിയെല്ലാം നന്നായിട്ട് ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കാം. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്കിത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇനി ഇപ്പം നമ്മൾ ഇത് നോക്കുമ്പോൾ നന്നായിട്ട് വെന്ത് കുറച്ചൊരു നന്നായിട്ട് വെന്ത് നന്നായിട്ട് ചെറുതായിട്ട് ഒന്നൊരു പേസ്റ്റ് പോലെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർക്കാം. ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം വീണ്ടും നമുക്ക് മൂടി വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിൽ ഈ പെരുംജീരകം കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പം നമുക്ക് നമ്മളിതിൻ്റെ അകത്തുനിന്ന് മൂടി തുറന്നിട്ട് നമ്മൾ നേരത്തെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുള്ള ഞണ്ട് ഇതിലേക്ക് ചേർക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണിത്. അപ്പോൾ ഇതിന് നന്നായിട്ട് നമുക്കിതൊന്ന് ഇതിലേക്ക് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിന് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പെല്ലാം ചേർക്കാം. വേണമെങ്കിൽ ചേർത്താൽ മതി. എന്നിട്ട് നമുക്കിത് വീണ്ടും കുക്ക് ചെയ്യാം. ആ സമയത്ത് നമുക്ക് കുറച്ചുകൂടി കറിവേപ്പില ചേർക്കാം. നമ്മുടെ കയ്യിൽ നല്ലോണം കറിവേപ്പില ഉണ്ടെങ്കിൽ കൂടുതൽ കറിവേപ്പില ചേർക്കുക. കറിവേപ്പില ചേർക്കുമ്പോൾ ഇതിന് വേറെ തന്നെ ഒരു ഫ്ലേവറും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എനിക്ക് നമുക്ക് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പം ഞാനിതിൻ്റെ മൂടി ഒന്ന് ചേഞ്ച് ആക്കുന്നുണ്ട്. മൂടി ഇതിന് സൂട്ടാകത്തോണ്ട് ഞാനിതൊന്ന് ചേഞ്ച് ആക്കിയതാണ്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഞണ്ടെല്ലാം ചെറുതായിട്ട് ഒന്ന് വെന്ത് വരുന്നുണ്ട്. ഇനി നമുക്കിതാ ഇങ്ങനെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ നന്നായിട്ട് ഒന്ന് വറ്റി കിട്ടണം. അതുമാത്രമല്ല, ഇത് വറ്റുന്ന സമയത്ത് അടിയിൽ പിടിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലോ ഫ്ലെയിമിലിട്ട് അല്ലെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. നമ്മളെ കയ്യിൽ കൂടുതൽ മല്ലിയില ഉണ്ടെങ്കിൽ നമുക്കത് നുറുക്കിയിട്ട് നന്നായിട്ട് ചേർക്കാം. അപ്പോൾ ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില ചേർക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഞാനിത് കഴുകിയത് കൊണ്ടാണ് ഇപ്പോൾ ഇത് ഒരുമാതിരി ഇങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെ ഇരിക്കുന്നത്. നന്നായിട്ട് കഴുകി അതിലുള്ള കല്ലെല്ലാം പൊക്കിയെടുത്തതാണ് മല്ലിയില നമുക്കിതിലേക്ക് ചേർക്കാം. എന്നിട്ട് വീണ്ടും നമുക്കിത് നന്നായിട്ട് കുക്ക് ചെയ്യാം. ഇപ്പോൾ തന്നെ ഇത് നന്നായിട്ട് ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. കണ്ട, ഇതിൽ ഇളക്കി കൊടുക്കുന്ന സമയത്ത് മസാലയെല്ലാം ക്രാബിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇപ്പോൾ
നമ്മളിത് നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് കറി നമുക്ക് ഒരു ട്രേയിലേക്ക് വിളമ്പാം. ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പിയായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ബട്ടൺ എനേബിൾ ചെയ്യാൻ പ്രത്യേകം ഓർമ്മിക്കണേ നമുക്ക്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.